ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനായി ഇറങ്ങുകയാണ്. ഇന്ത്യൻ സമയം 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ UAE ആണ് ടീം ഇന്ത്യയുടെ എതിരാളികൾ. ഇതിനോടകം തന്നെ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ T20യിൽ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട ചില സർപ്രൈസ് നീക്കങ്ങൾ തന്നെയാണ് കാണാനായി സാധിക്കുന്നത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ ഏഷ്യ കപ്പ് ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടിയത് തീർത്തും സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിലേക്ക് അവസരം ലഭിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. കാരണം വൈസ് ക്യാപ്റ്റൻസി റോളിലുള്ള ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ സജീവമായി തന്നെ കണ്ടിരുന്നു. ഗിൽ അഭിഷേക് ശർമ്മ സഖ്യമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം നൽകുകയുണ്ടായി. ഒന്നിലധികം താരങ്ങൾ ഒരു സ്പോട്ടിലേക്ക് രംഗത്തുണ്ടെങ്കിൽ അനുയോജ്യനായ ഏറ്റവും മികച്ച താരത്തെ ആ റോളിലേക്ക് പരിഗണിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറികളുമായി ഓപ്പണിംഗ് റോളിൽ കരുത്തുകാട്ടിയ സഞ്ജു സാംസൺ അടുത്തിടെ KCLലും ഓപ്പണിംഗ് റോളിൽ മികച്ച പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. സഞ്ജു അഭിഷേക് ശർമ്മ സഖ്യത്തെ ഓപ്പണിംഗിലേക്ക് പരിഗണിച്ച് ശുഭ്മാൻ ഗില്ലിന് 1 ഡൗൺ പൊസിഷൻ നൽകാനായിരിക്കും ടീം ഇന്ത്യ തയ്യാറാകുന്നത് എന്നാണ് ഇന്ന് ഇൻസൈഡ് സ്പോർട്സ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ശേഷം 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവും ശേഷം തിലക് വർമ്മയും ടീം ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. നേരത്തെ ജിതേഷ് ശർമ്മയെ ടീം ഇന്ത്യ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പരിഗണിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ കണ്ടിരുന്നത്. സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.